നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ തിരുവിതാംകൂർ ചരിത്രമാണ് പരിശോധിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹം ഭരണമേറ്റത് 1729 എപ്പോഴാണ്? 1729 മാർത്താണ്ഡവർമ്മ ഭരണമേറ്റത്. അദ്ദേഹത്തെ ആധുനിക അശോകൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ്? തിരുവിതാംകൂർ ചരിത്രത്തിൽ ഒരു ശ്രദ്ധേയനായ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക അശോകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ 1729 അദ്ദേഹം ഭരണമേറ്റത്, തിരുവിതാംകൂറിൻ്റെ ഭരണമേറ്റത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം ഇവ ആരംഭിച്ചതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതും മുറജപം, ഭദ്രദീപം ഇവ ആരംഭിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹം തൃപ്പടിദാനം നടത്തിയ വർഷം 1750. അപ്പോൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ചോദിച്ചാൽ അത് 1750. അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ഭരണമേറ്റത് 1729. അദ്ദേഹം തൃപ്പടിദാനം നടത്തിയത് 1750. തിരുവിതാംകൂർ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിൻ്റെ സൂത്രധാരനായിരുന്നത് രാമയ്യൻ ദളവയായിരുന്നു കേട്ടോ. ആരാണ്? രാമയ്യൻ ദളവ. തിരുവിതാംകൂറിൻ്റെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മാർത്താണ്ഡവർമ്മ നടത്തിയപ്പോൾ ആ പ്രവർത്തനങ്ങളുടെ എല്ലാം സൂത്രധാരൻ എന്ന് പറയുന്നത് രാമയ്യൻ ദളവയായിരുന്നു. അപ്പോൾ നമ്മൾ മാർത്താണ്ഡവർമ്മയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുകയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഭരണമേറ്റത് 1729. തൃപ്പടിദാനം നടത്തിയത് 1750. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത്, അതുപോലെ തന്നെ മുറജപം, ഭദ്രദീപം ഇവ ആരംഭിച്ചതൊക്കെ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ എന്ന് പറയുന്നത് രാമയ്യൻ ദളവയാണ്. കഴിഞ്ഞിട്ടില്ല. ശ്രീപത്മനാഭദാസൻ എന്ന പേരിൽ തിരുവിതാംകൂർ ഭരിച്ച ആദ്യത്തെ രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. എന്താണ്? ശ്രീപത്മനാഭദാസൻ എന്ന പേരിൽ തിരുവിതാംകൂർ ഭരിച്ച ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൻ്റെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചിട്ടുള്ള രാജാക്കന്മാരുടെയൊക്കെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തിരുവിതാംകൂറിൻ്റെ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പതിവ് കണക്ക് അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ ബജറ്റ് പോലെ പതിവ് കണക്ക്, തിരുവിതാംകൂറിലെ ആദ്യമായിട്ടുള്ള പതിവ് കണക്ക് അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ് പറയുന്നത്. എന്താണ്? ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തെപ്പറ്റി പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്കെന്താണ്? റാങ്ക് ഉറപ്പിക്കുക, നമ്മുടെ റാങ്ക് കൂടുതൽ ഉയർത്തുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്താണ്? LDCയിലേക്ക് നമുക്ക് കയറി പറ്റണമെങ്കിൽ നമ്മളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, എല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ്. കാരണം എങ്ങനെ പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുവിധം വരെ ചോദ്യത്തിൻ്റെ പാറ്റേണും വരുന്ന പോർഷൻസും ഒക്കെ പറയാൻ പറ്റുമെങ്കിലും നമുക്ക് റാങ്ക് ഉയർത്തുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം നന്നായി പഠിച്ചു വെക്കുക, ഉള്ള സമയത്തിനെ ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക? ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മാർത്താണ്ഡവർമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയത്തിനെ പറയുന്നത് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പതിവ് കണക്ക് അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ശ്രീപത്മനാഭദാസൻ എന്ന പേരിൽ തിരുവിതാംകൂർ ഭരിച്ച ആദ്യത്തെ രാജാവാണ് മാർത്താണ്ഡവർമ്മ.
അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അതിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് രാമയ്യൻ ദളവയാണ്. അദ്ദേഹം തൃപ്പടിദാനം നടത്തിയത് 1750 തിരുവിതാംകൂറിൻ്റെ ഭരണം ഏറ്റെടുത്തത് 1729 ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക അശോകൻ, ഈ പേരുകളിലൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതും മുറജപം, ഭദ്രദീപം, ഈ ചടങ്ങുകളൊക്കെ ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ഇപ്പം എന്ത് ചെയ്യുക, സ്ഥിരമായി പറയുന്നത് പോലെ തന്നെ ആവർത്തിച്ച് കേട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.